നമസ്കാരം. ജാലക കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വ്യത്യസ്തമായ വിഷയമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മലയാറ്റൂർ രാമകൃഷ്ണനെ പറ്റി അറിയാത്തവരുണ്ടാവില്ല. വളരെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു നോവലുണ്ട്, വേരുകളിൽ പ്രതിപാദിക്കുന്ന വിഷയമല്ല ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അതിലെ ഒരു വർത്തമാനമാണ്. ഇവരെല്ലാവരും കൂടി പെരുമ്പാവൂരേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിനു മുമ്പ് ഈ നോവലിനെ പറ്റി രണ്ട് വാക്ക് പറയാതെ പറ്റില്ല. ഈ നോവൽ ഇറങ്ങുന്നത് 1966 1967 ഈ നോവലിന് സംസ്ഥാന അവാർഡ് ലഭിക്കുകയും ചെയ്തു. ഏതായാലും ഈ നോവലിൽ പറയുന്ന ആ വാക്ക് ഞാൻ ശ്രദ്ധിക്കാനുണ്ടായ ആ വാക്ക് ഇതാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ ഈ യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി അവർ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ അന്ന് ഇതുപോലെ സൗകര്യങ്ങളില്ലാത്ത ഒരു സമയമായതുകൊണ്ട് വണ്ടി നിർത്തി അവർ അവിടെ ഇറങ്ങിയപ്പോൾ അതൊരു പാടശേഖരത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ആ കുട്ടികൾ അതിലെ കഥാപാത്രമായ മലയാറ്റൂർ രാമകൃഷ്ണനെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് രഘു എന്നാണ്. ആ രഘു എന്ന കഥാപാത്രത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതെന്നാപ്പ അരശത്തിൻ ചെടിയ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ അരശത്തിൻ ചെടിയ എന്ന് ചോദിക്കുന്നത് നെല്ലുണ്ടാവുന്ന ചെടിയാണോ എന്നാണ്. നമ്മൾ ഈ പശ്ചാത്തലത്തിൽ കാണുന്നത് നെൽപ്പാടമാണ്. കേരളത്തിൽ ഏതാണ്ട് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇന്നിപ്പോൾ നെൽപ്പാടങ്ങൾ. വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നതൊഴിച്ചാൽ വാസ്തവത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. വളരെയധികം ചർച്ചകൾ നമ്മുടെ നാട്ടിലെ കൃഷിയെപ്പറ്റി മറ്റുള്ള വിളകളെ പറ്റിയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഫലത്തിൽ ഇത് ചെയ്യുന്നവൻ പെടുന്നതല്ലാതെ അവൻ മുടിഞ്ഞു പോകുന്നതല്ലാതെ ഒരു കാര്യമില്ല. അപ്പോൾ അത്തരം ഒരു വിഷയം 1966 മുതൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ പുതിയ തലമുറയായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ 66 അങ്ങനെ ഒരു ചോദ്യം വന്നെങ്കിൽ പിന്നെ ഇനി ഇതിൻ്റെ പടം കാണിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ ഇതുമായിത്തീരും